സിനിമ എന്ന് പറയുന്നത് ഒരുമിച്ചുള്ള ഒരു പ്രവൃത്തിയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ കഴിഞ്ഞ് മാത്രമാണ് അതിനൊരു ഗുണമുണ്ടാകുന്നത്. അല്ലാതെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആക്ടേഴ്സ് ആയാലും പ്രവർത്തകരും എല്ലാം നിന്നുകൊണ്ട് അവസാനം തിയേറ്ററിൽ എത്തുന്നത് വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷവും സിനിമയ്ക്കുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള പഴയ കാലം മുതൽ ഇപ്പോഴും പുതിയ കാലത്തും അതേ രീതിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യം. നമ്മുടെ ഒരു ഫിലിം ശരിക്കും ഫിലിമിൽ തുടങ്ങിയതാണ്. പിന്നീട് അതൊരു ഡിജിറ്റൽ മാറ്റത്തിലേക്ക് മാറിയപ്പോഴും നമ്മളിത് കണ്ടതാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സിനിമയിലേക്ക് വരുന്നത്. കാശ്മീരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തൊരു പോർഷൻ എഡിറ്റ് ചെയ്യണമെന്നിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലേക്കും ഓടിയ ഒരാൾ കൂടിയാണ് ഞാൻ. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എളുപ്പമുള്ള പല കാര്യങ്ങളും എളുപ്പം ഓൺ ദ സ്പോട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം പല വഴികളിലൂടെ നമ്മൾ സിനിമയെ സമീപിച്ചിട്ടുണ്ട്. സിനിമയുടെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ ആദ്യത്തെ റിലീസിന് മുമ്പ് തന്നെ OTT-യിൽ ടേബിൾ പ്രോഫിറ്റ് എന്നൊക്കെ പറയാവുന്നതിലേക്ക് ഉള്ള ഒരു അവസ്ഥകളും ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ ഷെയറിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് പല രീതികളിലേക്കും സിനിമ മാറിയിട്ടുണ്ട്. സിനിമയുടെ ബിസിനസ്സും മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഇതിനിടെ പ്രവർത്തകർക്കും എല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കും. അതിനുള്ള പ്രാർത്ഥനയുണ്ട്.